അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത് മുംബൈയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്, സത്യം പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് വീട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ്, അതായത് ഫുൾ ഇതിൻ്റെ ടൗൺ മുംബൈൻ്റെ ശരിയായ നമ്മൾ കയറിയ ബസ് സിയാണ്. അവിടുന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയത്. അപ്പോൾ അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ NCT നമ്മൾ ഇന്നലെ കറങ്ങി വട്ടം കറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോകാം. കാരണം അതാണ് ഒരു മെയിൻ ഏരിയ. പിന്നെ ഉള്ളത് നേവി മുംബൈ കാര്യങ്ങളൊക്കെയാണ്, നവി മുംബൈ കാര്യങ്ങളൊക്കെയാണ്. അവിടെ കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ വാശിയാണ്, നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ കുറേ മണ്ടത്തരങ്ങൾ കാണണമെന്ന് ചോദിച്ചിട്ട് ഞാനെന്താ സംസാരിക്കുന്നത്, അവരെന്താ പറയുന്നത് കേൾക്കണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ബസ്സിൽ അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒരു ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. AC ബസ്സാണ്, ചാർജൊക്കെ ചെറിയ ചാർജാണ് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ ഇനി അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാം. അവിടെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്, അതിൽ കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അവിടെ ഒരു ഷോപ്പിലൊരു എന്താ പറയുക, ഒരു കുടിക്കുന്ന എന്തോ സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ കളറിൽ എന്താ പേര് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേസരി ലസ്സി അല്ലേ, കേസരി ലസ്സി ആണ്. ഇത് ഫേമസ് ആയ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, അന്നേരം കണ്ടേരം മഞ്ഞ കളർ കണ്ടിട്ട് കയറിയത് കേട്ടോ. പറ എന്താ സാധനം, ഞാൻ വെച്ച് മാംഗോ ജ്യൂസ് പോലെ സാധനം വെച്ചിട്ട് കയറിയത്. അപ്പോൾ അവരുടെ ലസ്സി പിന്നെ ഏതായാലും കഴിക്കാമെന്ന് ചോദിച്ചേ. അവിടെ ഒരു കല്ലെടുത്ത് എറിഞ്ഞെങ്കിൽ ഇപ്പോൾ അടിപൊളി രസമായിരിക്കും. നമുക്ക് മുംബൈയിൽ ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണം മെയിനായിട്ട്. അതായത് ഒന്ന് അവിടുത്തെ പ്രാവുകളും ഒന്ന് അവിടുത്തെ മഞ്ഞ ടാക്സിയും. പ്രാവുകൾ നമ്മൾ എല്ലാ സിനിമയിലും മുംബൈ കാണിക്കുമ്പോൾ അവിടുത്തെ പ്രാവുകൾ പറക്കുന്നത് കാണും. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് ഇതിങ്ങനെ മെയിൻ ഏരിയയിൽ മെയിൻ ടൗണിൽ വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ നടുവിൽ ആൾക്കാരൊക്കെ ഉള്ള ഇടയിലാണ് ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ വല്ല കടലിൻ്റെയൊക്കെ സൈഡിലേക്ക് ഉണ്ടാകത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നിങ്ങൾ കണ്ടോ, നാല് ഭാഗത്ത് വണ്ടികളും പോകുന്നുണ്ട്, മനുഷ്യന്മാർ നടക്കുന്നുമുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് ഈ പ്രാവുകളെ വിഹാരം. എനിക്ക് മുംബൈ എന്ന് പറയുമ്പം ഓർമ്മ വരുമെന്ന് വെച്ചാൽ പ്രാവുകളും പിന്നെ അവിടുത്തെ മഞ്ഞ ടാക്സികളാണ് മെയിനായിട്ട്. പിന്നെ കുറേ പഴക്കം ചെന്ന കെട്ടിടങ്ങളും. ഞാനിപ്പോൾ ഉള്ളത് വീട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ്, അതായത് ഫുൾ ഇതിൻ്റെ ടൗൺ മുംബൈൻ്റെ ശരിയായ ഒരു മെയിൻ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഉള്ളതാണ് ഒരുപാട്. നമ്മൾ മുംബൈ എന്ന് പറയുമ്പോൾ കേൾക്കുന്നത്, ഞാൻ കണ്ടതൊക്കെ പണ്ടെന്ന് വെച്ചാൽ പ്രാവുകളെ സ്ഥലമായിരുന്നു. അതായത് എന്താ പറയുക, ഒരുപാട് പ്രാവുകൾ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതേപോലെ കാണാം, ഫുൾ ചരിത്രപരമായ ബിൽഡിങ് കാര്യങ്ങളെന്തല്ലോ പരിപാടി ഉണ്ടെന്ന് എനിക്കറിയില്ല എന്താ സംഭവം, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പ്രാവുകളുണ്ട്, ഇവിടെ കുറേ തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ മരം മുഴുവൻ പ്രാവ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, നല്ല ഉച്ച സമയമാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് തീറ്റ എടുത്തിട്ട് വിശ്രമിക്കുന്നതാണ് അതിൻ്റെ മുകളിൽ കാണുന്നത്. ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. ഇത് കാണുന്നത് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെയുള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല, പക്ഷേ നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത് വലിയൊരു കാര്യമാണ്. ഇതുണ്ട്, പ്രാവുകൾക്ക് വെള്ളം കുടിക്കേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയുക ചെറിയൊരു ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുള്ള് വെള്ളമാണ്. പ്രാവുകൾക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയി വെള്ളം കുടിക്കും. ആൾക്കാർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, തീറ്റകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് VT സ്റ്റേഷനിലേക്ക് നടന്നിട്ട് എത്തി. അപ്പോൾ VT സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഇപ്പോൾ ഉച്ച സമയത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടത്. ഇന്നലെ വൈകുന്നേരം കണ്ടില്ല, എന്താ തിരക്ക്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും. പിന്നെ നേരെ അവിടെ നിന്ന് ഒരു ടാക്സി കയറിയിട്ട് നോക്കുമ്പോൾ ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ VT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഷെയർ ടാക്സി പിടിച്ചു. ഷെയർ ടാക്സി എന്ന് വെച്ചാൽ ഒരാൾക്ക് 30 രൂപ പറഞ്ഞു. ഒരാൾക്ക് 30 രൂപയിൽ നമ്മളിപ്പോൾ പോകുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ അവിടെ പോയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നാളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു പാക്കേജ് എടുത്തിട്ട് പോകുന്നുണ്ട്, ആ നാളത്തെ കാര്യമാണ്. പക്ഷേ ഇന്ന് ഇവിടുന്ന് എങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും വിചാരിച്ചു അവിടെ ആദ്യം വെച്ച് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാനോ എന്ന് വിചാരിച്ചു. പക്ഷേ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറേണ്ട സത്യം പറഞ്ഞാൽ എന്ത് പറയണം, ഇവിടെ പോയിട്ട് ഇറങ്ങണം എന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല അവിടെ വലിയ ക്യൂ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ബസ് ചാടി പിടിച്ച് കയറണമെന്ന് വെച്ചാൽ വലിയ ക്യൂവിൽ ലൈൻ ബൈ ലൈനായിട്ടാണ് കയറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഷെയർ ടാക്സിയിൽ കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഫ്രീ എൻട്രി ആണ്. പക്ഷേ അവിടെ ആകുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ ബാഗും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലൊരു ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലുണ്ട്, അതായത് ചെറിയ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കാണുന്ന റഷാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത് മുംബൈയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ആൾക്കാരുണ്ട്, പക്ഷേ നല്ല വെയിൽ, ആകെ മടുപ്പ് പോലെയുള്ള സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ. കാരണം ഇന്ന് കുറേ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലേക്ക് വരുമ്പോൾ നല്ല ഇതാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ഇതാണ് താജ് ഹോട്ടൽ കണ്ടോ. താജ് ഹോട്ടൽ, പഴയ താജ് ഹോട്ടൽ. ഇത് നേരെ മുന്നിൽ കാണുന്നത് ഇതാണ് പുതിയ താജ് ഹോട്ടൽ കേട്ടോ. 2 താജ് ഹോട്ടലുണ്ട് ഇവിടെ. സംഭവം ഇത് താജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ എപ്പോൾ ഭാഗ്യം ഉണ്ടാകുമെന്ന് അറിയില്ല, പക്ഷെ കയറേണ്ടത് നമ്മൾ കയറണം, ഒരു നാൾ കയറും. ആ വിശ്വാസത്തിൽ ജീവിക്കാം. ഓക്കെ.
നമ്മളിനി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് താജിൻ്റെ അടുത്തൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താജ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പറയുന്ന കേട്ടത് ഇങ്ങനെ ഒരു അത്ഭുതമായ ഒരു ഇത് കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല, അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ താജിൻ്റെ തൊട്ടടുത്തോട്ടാണ് നടക്കുന്നത്. അതിൻ്റെ നേരെ അടുത്തോട്ട് തന്നെയാണ് മെയിൻ റോഡ് വരുന്നത്. അതിലൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇന്ത്യ ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ അപ്പുറത്തുള്ള കടൽ. ആ കടലിൽ ഒരുപാട് ബോട്ടുകളും കപ്പലൊക്കെ പോകുന്നത് കാണാൻ പറ്റും. താജിൻ്റെ മെയിൻ അട്രാക്ഷൻ, മെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇത് കാണാൻ പറ്റുന്നുള്ളതാണ്.